ബാലൻ കുറേ ദിവസത്തിന് ശേഷം നല്ലൊരു നീറ്റ് മലയാളം പടം കാണാൻ സാധിച്ചു. ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഈ സിനിമയുടെ ഡയറക്ടറായ ചിദംബരം, അതുപോലെ തന്നെ തിരക്കഥാകൃത്തായ ജിത്തു മാധവൻ, ഇവരുടെ അതുപോലെ തന്നെ അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരാളാണ് കാസ്റ്റിംഗ് ഡയറക്ടറായ നമ്മുടെ ഗണപതി. പുള്ളി എടുത്ത പണി പെർഫെക്റ്റ് ആയിട്ട് സ്ക്രീനിൽ എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. നല്ലൊരു മൂവി, നല്ല ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സിനൊക്കെ പുതിയ ആളുകളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം പുതിയ ആൾ, മജോറിറ്റിയും പുതിയ ആളുകളാണ്. ആ പുതിയ ആളുകളെ സ്ക്രീനിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഒരാളെ കാണുന്ന സമയത്ത് ഇവർ ആക്ടിങ് അറിയുന്ന ആളാണോ അല്ലയോ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ നമുക്ക് തോന്നുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. പല ക്യാരക്ടറിലും അങ്ങനെ കണ്ടിട്ടുണ്ട് പുതുമുഖ താരങ്ങൾ വരുന്ന സമയത്ത്. പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പോൾ പുതിയതായിട്ട് വന്ന സകല കാസ്റ്റും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അത് ഒരു പടി സംവിധായകൻ ആഗ്രഹിച്ചതിനേക്കാൾ മേളിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ഇതിലെ ബാലന്മാരായിട്ട് വന്ന ആ രണ്ട് ആക്ടേഴ്സ്, കുഞ്ഞു ബാലനും അഡൾട്ട് ബാലനും, ആദിശേഷൻ ആൻഡ് സിനാൻ. അതിൽ തന്നെ അഡൾട്ട് ബാലനായിട്ട് വന്ന സിനാൻ എന്ന് പറഞ്ഞ ആ ഒരു നടൻ, പുള്ളി ഫ്യൂച്ചറിലോട്ടുള്ളൊരു വാഗ്ദാനമാണ് ഫോർ ഷുവർ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും നമ്മുടെ പഴയ ലാലേട്ടൻ്റെ ഒക്കെ ഒരു ആക്ടിങ് ശൈലിയായിട്ട് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അഭിനയിക്കുന്ന പോലെ തോന്നി. മുഖത്തുള്ള അദ്ദേഹത്തിൻ്റെ ചീക്ക്, മൂക്ക്, കണ്ണ്, പുരികം, നെറ്റി, എല്ലാം അതിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ് പല ഋതത്തിൽ, പല രീതിയിൽ, പല ഇമോഷൻ കൺവേ ചെയ്യാനും ഒരു പുതുമുഖ താരം ഇങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ശരിക്കും വണ്ടറായി. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ അഡൾട്ട് ബാലൻ ചെയ്ത ആ പോർഷൻസ്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും അദ്ദേഹത്തിൻ്റെ പ്രകടനം. അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എസ്പെഷ്യലി സിനിമ എടുത്ത് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, കുറച്ച് നേരം തങ്ങി നിൽക്കുന്ന തരത്തിലാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പോർട്രയിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ആ കുഞ്ഞു ബാലനായിട്ട് അഭിനയിച്ച ആ പുള്ളിയോട് നമുക്ക് ഒരു ഇഷ്ടം തോന്നും. നമ്മളുടെ സ്വന്തം മോനുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്ക് ജീവിതത്തിൽ സംഭവിക്കുക. ലൈക്ക് അങ്ങനെ നമ്മുടെയൊക്കെ മക്കൾക്ക് സംഭവിച്ചാൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക, അതേ സാധനം ഈ കുട്ടി സ്ക്രീനിലൂടെ നമ്മൾ വരുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നു. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബാലൻ്റെ അമ്മയായിട്ട് അവതരിപ്പിച്ച ആ ക്യാരക്ടർ അവതരിപ്പിച്ച ഫർസാന പാലത്തിങ്ങൽ, ആ പുതുമുഖ നടിയുടെ പ്രകടനം അതുപോലെ തന്നെ ആയിരുന്നു. കാരണം ഇത്ര ഒരു കാലഘട്ടമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ബാലൻ്റെ ആ ഒരു അമ്മയായിട്ടും അതുപോലെ തന്നെ അഡൾട്ട് സമയത്തുള്ള അമ്മയായിട്ടും കാണിക്കുമ്പോൾ ആ ക്യാരക്ടറിൽ തന്നെ അതിൻ്റെ ആ ഒരു മുഖഭാവങ്ങളിൽ തന്നെ വരുന്ന ആ ഒരു മാറ്റങ്ങളുണ്ടല്ലോ, ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ആ ജോണർ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡ്രാമ, എന്താ പറയുക, ഇൻ സെർച്ച് ഓഫ് സമ്മൺ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നമുക്ക് അവസാനം വരെ നമുക്ക് ആ സിനിമ കാണാനുള്ള ഒരു ഡ്രൈവ് എല്ലായിടത്തുണ്ട്. സിനിമയുടെ ഒരു ഭാഗത്ത് എനിക്ക് അത് ഡ്രോപ്പ് ആവുന്ന പോലെ തോന്നിയിട്ടില്ല. ഇപ്പം നമുക്ക് ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്കെങ്കിലും മേ ബി ഇതൊരു ചെറിയ പോർഷനെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ഓഫ് ബീറ്റ് പടമായി പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതൊക്കെ കളഞ്ഞേക്കും. അങ്ങനത്തെ ഒരു സംഗതിയേ അല്ല. ശരിക്കും സിനിമ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈന് വന്നിട്ടുള്ളത്. അതിപ്പോൾ ക്യാമറ, ഷൈജു ഖാലിദിൻ്റെ ക്യാമറ ആയാലും, നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ആയാലും, ഡയറക്ഷൻ, നമ്മുടെ ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ ആയാലും, എല്ലാം ഒരു പക്ക പാക്കേജ് ആയിട്ട് നമുക്ക് ശരിക്കും എൻ്റർടൈൻഡ് ആയിട്ട് തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ബാലൻ. പിന്നെ നമ്മുടെ സ്റ്റാർഡമുള്ള ടൊവിനോ തോമസ്, പുള്ളി അവതരിപ്പിച്ച അല്ലെങ്കിൽ അബ്ബാസ് എന്ന് പറയുന്ന ആ കഥാപാത്രം, പുള്ളി ഇത്ര കാലത്തെ ആ ഒരു സിനിമയിലൂടെ നേടിയെടുത്ത ആ സ്റ്റാർഡം ഉണ്ടല്ലോ, ആ സ്റ്റാർഡത്തിനൊക്കെ ചുമ്മാ കാറ്റി പറത്തിയിട്ട് സില്ലിയായിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് വന്നിട്ട് വേറൊരു എന്താ പറയുക, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഹീറോ ഓറിയൻറ്റഡ് അല്ലാത്തൊരു സാധനം ഉണ്ടല്ലോ, ക്യാരക്ടർ നോക്കിയിട്ട് അഭിനയിക്കാൻ വന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ
അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അതായത് അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കൂടിയാണ് പുള്ളി അത് എന്താ പറയുക ആ സിനിമ വന്ന് അഭിനയിക്കാൻ തയ്യാറായതെന്ന് കൂടിയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ക്യാരി ചെയ്തിട്ടുള്ളത്. അത് ഫിസിക്കൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയാലും എസ്പെഷ്യലി ആ ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ച് അത്ര ഹെൽത്തി അല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലി കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ മാറ്റങ്ങളൊക്കെ ആ മേക്കപ്പിൻ്റെ സഹായത്തോടു കൂടി ചെയ്തതാണെങ്കിൽ പോലും നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന തരത്തിലാണ് ആ ക്യാരക്ടർ മൊത്തത്തിൽ സ്ക്രീനിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടൊവിനോയുടെ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു ബാലനിൽ. അപ്പോൾ ഈ സിനിമ മൊത്തത്തിലൊരു ക്യാരക്ടർ ഡ്രിവൺ സാധനമാണ്. ട്രെയിലറിൽ കാണിക്കുന്ന പോലെ തന്നെ ആ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, ആ അമ്മച്ചിൻ്റെ പോർഷൻ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. അവർ വന്ന് നിൽക്കുന്നതും അത് കംപ്ലീറ്റ് പറയുന്നില്ല. പുള്ളിക്കാരിയുടെ ആ ഒരു ഡയലോഗ് റെൻഡറിങ് രീതിയും ആ ഒരു കോമഡി ടൈമിങ് എല്ലാം ഗംഭീരമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ പോർട്ടയിൽ തന്നെയാണ് ആ ഒരു അമ്മച്ചിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും അവനവന് കിട്ടിയ റോള് അതിഗംഭീരമായി സ്ക്രീനിൽ അവതരിപ്പിച്ച ഒരു കിടിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്ന ഒരു നല്ലൊരു സിനിമയാണ് ബാലൻ. ബാലൻ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.